ഏവർക്കും കണക്കുകളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്ന പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ് റെഡ്യൂസബിൾ ടു എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു സെക്ഷനിൽ 2 പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അവിടെ ചെയ്തത് പോലെ തന്നെ ഉള്ളൂ. ബട്ട് ആ സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് കുറച്ചൊരു സ്റ്റെപ്സ് കൂടെ ചെയ്യണം ഇവിടുത്തെ എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിരിക്കാം. സോ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് മനസ്സിലായതിനു ശേഷം ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സോൾവ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.6 ക്വസ്റ്റ്യൻ നമ്പർ 1 ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാ പറയുന്നത്: സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇക്വേഷൻസ് ബൈ റെഡ്യൂസിംഗ് ദം ടു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. തന്നിരിക്കുന്ന 2 ഇക്വേഷൻസിനെ നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സോൾവ് ചെയ്യണം. സോ ഇവിടെ തന്നിരിക്കുന്ന 2 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ അകത്ത് ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്: 5/x - 1 plus 1/y - 2 is equal to 2 and second equation is 6/x - 1 minus 3/y - 2 is equal to 1. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്ത സമയത്ത് ഇവിടെ ഈ ഒരു ഡിനോമിനേറ്ററിൽ എക്സ് വൈ ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ ആ ഒരു വേരിയബിളിനെ മാത്രമായിട്ടായിരുന്നു ഡിനോമിനേറ്ററിൽ വന്നിരുന്നത്. എന്നാൽ ഇവിടെ നോക്കിയേ, ഈ ഒരു ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താ x - 1 എന്നും y - 2 എന്നും പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് എന്ത് വന്നിരിക്കുന്നത്, ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെയ്ത സമയത്ത് ഡിനോമിനേറ്ററിൽ എക്സ് വന്നപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എങ്ങനെ? 1/x എന്ന് പറയുന്നത് p എന്നും എടുത്തു, 1/y എന്ന് പറയുന്നതിനെ q എന്നും എടുത്തു. നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിൽ x - 1ഉം y - 2ഉം ആണെന്ന് പറഞ്ഞു. ഇവിടെ 1/x ഈക്വൽ ടു p എന്നും 1/y ഈക്വൽ ടു q എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ആ ഒരു എക്സ്പ്രഷനെ മൊത്തമായിട്ടാണ് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. സോ അതായത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ലെറ്റ് 1/x - 1 is equal to p and 1/y - 2 is equal to t. കണ്ടോ, അവിടെ ജസ്റ്റ് 1/x എന്നും 1/y എന്നും മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. ബട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 1/x - 1 is equal to p and 1/y - 2 is equal to q എന്നാണ്. സോ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഇത് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ആക്കാം? ഫസ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈസ് നോക്ക് 5/x - 1 എന്നാ അല്ലെ, 5/x - 1 എന്നാണ്. 5/x - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into 1/x - 1 ആണ്. ഓക്കെ, അപ്പൊ അതിനെ എന്തെന്ന് എഴുതാം? ഇസ് ഈക്വൽ ടു 5 into 1/x - 1 പകരം നമ്മൾ p എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ നമുക്ക് 1/x - 1 പകരം p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ മാറുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെയ്ത സെയിം രീതിയിൽ തന്നെ ഉള്ളൂ. ഒറ്റ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ എക്സ് മാത്രമേ ഉള്ളായത് കൊണ്ട് 1/x is equal to p എന്ന് കൊടുത്തു. 1/x എവിടെ കാണുന്നു അവിടെ p എന്ന് കൊടുക്കുന്നു. 1/y എവിടെ കാണുന്നു അവിടെ q എന്ന് കൊടുക്കുന്നു. ആ ഒരു രീതിയിലാണ് അവിടെ നമ്മൾ ചെയ്തത്. ഇവിടെ നോക്കിയാൽ 1/x - 1 ആണ്. സോ 1/x - 1 എവിടെ കാണുന്നു അവിടെ നമ്മൾ p എന്ന് കൊടുക്കുന്നു. 1/y - 2 എവിടെ കാണുന്നു അവിടെ നമ്മൾ q എന്ന് കൊടുക്കുന്നു. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് 5/x - 1 എന്നാണ്. 1/x - 1 പകരം p എന്ന് കൊടുക്കാം. സോ ഇത് എങ്ങനെ മാറും? 5p എന്നാവും ആണല്ലോ, 5p എന്നാവും. പ്ലസ് 1/y - 2 എന്നാണ്. അപ്പൊ ഓൾറെഡി 1/y - 2 എവിടെ കാണുന്നു അവിടെ എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്? q എന്ന് കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു ഡൗട്ട് വരാം, പിയും ക്യൂവും തന്നെ വേണോ എടുക്കാനായിട്ട്? കാരണം ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പിയും ക്യൂവും തന്നെയാണ് എടുത്തത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന പിയും ക്യൂവും ആയതുകൊണ്ട് ഞാൻ പിയും ക്യൂവും എന്നും കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം 1/y - 2 പകരം ഞാൻ ഇനി എന്താ കൊടുക്കാൻ പോകുന്നത്? q എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് ന്യൂമറേറ്ററിൽ
പ്രത്യേകിച്ച് നമുക്കൊന്നും ഇല്ല, 1 എന്ന് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഈ 5 വന്നതുപോലെ തന്നെ അവിടെ ഒരു നമ്പർ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് 1/y-2 പകരം എന്തെന്ന് കൊടുക്കാം? q എന്ന് കൊടുക്കാം. ജസ്റ്റ് q എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 5p plus q എന്ന് കിട്ടി is equal to 2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയതായിട്ട് ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലീനിയർ ഇക്വേഷനിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തു. സിമിലർ വേയിൽ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനെയും റെഡ്യൂസ് ചെയ്യണം. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ മാറും? സെക്കൻഡ് ഇക്വേഷൻ ഇംപ്ലൈസ് 6/x-1 എന്നാണ്. അപ്പൊ 1/x-1 കണ്ടു, അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? p കൊടുക്കുന്നു. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് അത് എങ്ങനെ മാറും? 6p എന്ന് വരും. മൈനസ് ആ മൈനസ് അങ്ങനെ കൊടുത്തു. ബാക്കി നോക്കി 3/y-2. y-2 പകരം നമുക്ക് q എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? 3q ആയിട്ട് മാറും is equal to 1. അതാണ് നമ്മുടെ എന്ത്? ഫോർത്ത് ഇക്വേഷൻ, പുതിയതായിട്ട് കിട്ടിയേക്കുന്ന അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കി, നമുക്ക് പുതിയതായിട്ട് 2 ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? p യുടെയും q യുടെയും വാല്യൂ കിട്ടും. അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ? നമ്മൾ p യുടെയും q ന്റെയും വാല്യൂ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതിനുശേഷം അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ x ന്റെയും y യുടെയും കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ഉള്ളൂ. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയേക്കുന്ന 3ഉം 4ഉം എന്ന് പറയുന്ന 2 ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് p ന്റെയും q ന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. സോ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഡിനോമിനേറ്ററിൽ കണ്ട ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ അങ്ങനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് മാറ്റി എഴുതാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ഞാൻ ആ 2 ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യുക, p യുടെയും q ന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഞാനിവിടെ എലിമിനേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും എലിമിനേഷൻ മെത്തേഡിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലെ എക്സ്പേർട്ട് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ 2 ഇക്വേഷൻസിനെ എലിമിനേഷൻ മെത്തേഡ് വഴി ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കി, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് RHS എന്നെ കിടക്കുകയാണ്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യൂവിനെ ആണ് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ക്യൂവിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ 3 ആണ്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ ഒരു 3 കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ മൊത്തത്തിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനെ ഒന്നും ചെയ്യുന്നില്ല. സോ നമ്മൾ ഇൻറ്റു 3 ചെയ്യുന്ന സമയത്ത് ഓരോ ടേംസിനെയും ഇൻറ്റു 3 ചെയ്യണം അല്ലെ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ കിട്ടും? 3 × 5p എങ്ങനെ കിട്ടും? 15p ആണല്ലോ. ഇനി 3 × q എന്ത് കിട്ടും? പ്ലസ് 3q. 3 × 2 is equal to 6 എന്ന് കിട്ടും. അടുത്ത ഇക്വേഷന് മാറ്റമൊന്നുമില്ല, നമ്മൾ അങ്ങനെ തന്നെ എഴുതുകയാണ്. 6p minus 3q is equal to 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 ഇക്വേഷനെ ഒന്നെങ്കിൽ പ്ലസ് ചെയ്യണം അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പൊ ഈ 2 ഇക്വേഷനെ നമ്മൾ ക്യാൻസൽ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെയിം ആക്കിയ ക്യൂവിന്റെ സൈൻസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ പ്ലസും ഒരു ഇക്വേഷനിൽ മൈനസും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2 ഇക്വേഷനെയും കൂടെ പ്ലസ് ചെയ്യാം ആണല്ലോ. ഡിഫറെന്റ് സൈൻസ് ആണ് എങ്കിൽ നമ്മൾ ആഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുകൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് ഈ 2 ടേംസും ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ അടുത്തായിട്ട് എന്താ വരുന്നത്? 15p plus 6p എത്രയാ? 21p is equal to 6 plus 1 7 ആണല്ലോ. അപ്പൊ p is equal to എന്തെന്ന് കിട്ടും? 7/21 which is equal to 7 കൊണ്ട് ഇത് 2 ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ ഒരു 3 ആയിരിക്കും വരുന്നത്. സോ 1/3 എന്ന് നമുക്ക് p യുടെ വാല്യൂ കിട്ടും. ബിക്കോസ് 21 എന്ന് പറയുന്നത് 7 × 3 ആണ്. അപ്പൊ മുകളിലത്തെ ഒരു 7നെയും താഴത്തെ ഒരു 7നെയും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദെൻ താഴെ എന്ത് വരും? 3 എന്ന് വരും. സോ p is equal to 1/3 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ p യുടെ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ ആയിരുന്നു അല്ലെ? അപ്പൊ ആ തേർഡ് ഇക്വേഷനിലേക്ക് ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substituting the value of p in equation 3. ഇക്വേഷൻ 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഇക്വേഷൻ 3 എങ്ങനെ മാറുന്നു? നമുക്ക് ഇക്വേഷൻ 3 5p plus q is equal to 2 എന്നായിരുന്നു. സോ ഈ p യുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? 1/3 എന്ന് കൊടുക്കുന്നു. അപ്പൊ അതെങ്ങനെ മാറും? 5 × 1/3 plus q is equal to 2 എന്ന് കിട്ടും ആണല്ലോ. സോ ഇത് മുകളിലേക്ക് എഴുതാം. സോ 5 × 1/3 plus q is equal to 2 എന്നാണ്. അപ്പൊ എന്താ? 5/3 plus q is equal to 2 അല്ലെ? അപ്പൊ q എത്രയായിരിക്കും? q is equal to 2 minus 5/3. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ LCM കണ്ടുപിടിക്കണം. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 × 3 minus 5/3 എന്ന് വരും
അല്ലെ, ഡിനോമിനേറ്റർ 1 ആണ്, അത് ഇൻറ്റു 3 ചെയ്യുന്നു, മുകളിൽ ഇൻറ്റു 3 ചെയ്യുന്നു, അങ്ങനെ നമുക്ക് 2 into 3 minus 5/3 എന്ന് കിട്ടും. സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? 6 minus 5/3 എന്ന് കിട്ടും. So then is equal to 1/3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് P യുടെയും വാല്യൂ 1/3 എന്നാണ് കിട്ടിയേക്കുന്നത്, Qന്റെയും വാല്യൂ 1/3 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി, P is equal to 1/3 and Q is equal to 1/3. ഇനി നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല അല്ലേ. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെയും വൈയുടെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കേസിലേക്ക് Pന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, Qന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ എടുക്കാം. ചെയ്തു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. So ഞാൻ ഒന്ന് മാറ്റി എഴുതി, we get P is equal to 1/3 and Q is equal to 1/3. ഇനി നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് we know that നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കേസ് നോക്കാം. ഓക്കെ, അപ്പൊ we know that നമ്മൾ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത്? 1/x minus 1 is equal to P എന്നായിരുന്നു അല്ലെ. 1/x minus 1 is equal to P എന്നായിരുന്നു. അപ്പൊ P യുടെ വാല്യൂ നമുക്ക് കിട്ടിയ 1/3 എന്ന്, അത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. 1 minus 1 is equal to 1/3. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അകത്തുനിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്ത് കിട്ടും? x minus 1 is equal to 3 എന്ന് കിട്ടും അല്ലെ. നമ്മൾ ഇവിടെ റെസിപ്രോക്കൽ എടുത്തു, റെസിപ്രോക്കൽ എടുത്തപ്പോൾ x minus 1 is equal to 3 എന്ന് കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി x is equal to -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 3 plus 1 and x is equal to 4 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ മറ്റേതുപോലെ തന്നെ ഉള്ളൂ, ഇവിടെ എന്താ 1/x minus 1 എന്ന് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. സോ അതേപോലെ തന്നെ നമുക്ക് വൈയുടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വൈയുടെ എന്തായിരുന്നു? 1/y minus 2 is equal to എന്തെന്നാ 1/3 അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? y minus 2 is equal to 3 എന്ന് കിട്ടും. സോ ദെൻ y is equal to 3 minus 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2, സോ y is equal to 5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, x is equal to 4 എന്നും കിട്ടി, y is equal to 5 എന്നും കിട്ടി. And this is our value. x is equal to 4 and y is equal to 5. ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കറക്റ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ബട്ട് എക്സാമിന്റെ കേസിൽ നമുക്ക് ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. സോൾവ് ദ ഇക്വേഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സിന്റെയും വൈയുടെയും വാല്യൂ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ആകെ ചെയ്ത അതേപോലെ തന്നെ ഉള്ളൂ. 1/x 1/y എന്ന് എടുക്കുന്നതിന് പകരം നമ്മൾ 1/x minus 1 P എന്ന് കൊടുത്തത്, 1/y minus 2 Q എന്ന് കൊടുത്തത്. അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തു, ഫൈനൽ ഉത്തരം കിട്ടി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ 8 ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും, എങ്കിലും ഈ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 1/3x plus y plus 1/3x minus y is equal to 3/4. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നോക്കി, 1/2 into 3x plus y minus 1/2 into 3x minus y is equal to -1/8. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് ലീനിയർ ഇക്വേഷനിലേക്കാണ് മാറ്റേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കും എന്താണോ ഡിനോമിനേറ്ററിൽ വരുന്നത് അതിനങ്ങ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതിയെന്ന്. സോ ആ ഒരു കോൺസെപ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കുഴപ്പമില്ല. 1/3x plus yക്ക് നമ്മൾ p എന്ന് കൊടുക്കാം, 1/3x minus yക്ക് q എന്ന് കൊടുക്കാം. സെക്കൻഡ് ഇക്വേഷനിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ആ 2നും കൂടെ ചേർത്തിട്ട് കൊടുക്കണോ സബ്സ്റ്റിറ്റ്യൂഷൻ? വേണ്ട കേട്ടോ, നമ്മൾ ആ 2 അവിടെ തന്നെ നിന്നോട്ടെ, നമ്പർ അല്ലേ, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, നമുക്ക് അത് പിന്നീട് നോക്കാം. ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എക്സിന്റെയും വൈയുടെയും ടേംസ് വരുന്ന ആ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ലെറ്റ് 1/3x plus y is equal to p and 1/3x minus y is equal to q. ഓക്കെ, ഇതിനിങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം എങ്ങനെയാണ് ഇക്വേഷൻ മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻസ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ മാറുന്നു നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈസ്, ഫസ്റ്റ് ഇക്വേഷൻ മാറുന്നത് 1/3x plus y.
അപ്പം 1/3x plus yക്ക് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? p ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. 1 into 1/3x plus y ആണ് അല്ലെ. 1 into 1/3x plus y എന്ന് വേണമെങ്കിൽ പറയാം. ഈ 1/3x plus yക്ക് പകരമാണ് നമ്മൾ p എന്ന് കൊടുക്കുന്നത്. സോ 1p എന്നായിരിക്കും. ഓക്കെ, 1 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. സോ അവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? p എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ, അവിടെ നമ്പർ ഇല്ല. പ്ലസ് 1/3x മൈനസ് വൈക്ക് നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് എന്ത് കൊടുക്കുന്നു? പ്ലസ് q എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു 3/4. ഇവിടെ ഞാൻ സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ നോക്കിയേ, ഈ 3/4 എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ, ഒരു ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ നമ്മളിപ്പോ എലിമിനേഷൻ മെത്തേഡിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻ ആയിട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ടിട്ട് മൊത്തം ആ ഇക്വേഷൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്ററിലുള്ള നമ്പർ അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും അല്ലെ. നമുക്ക് ഈ ഫ്രാക്ഷനിൽ ഇട്ട് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോൾവ് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷനിൽ ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു സേഫ് സൈഡ് എന്ന രീതിയിൽ ഞാൻ ഇതിനെയൊന്ന് മാറ്റിയിട്ട് ഫ്രാക്ഷൻ ഒന്ന് മാറ്റിയെടുക്കുന്നു എന്നുള്ളത്. സോ കാൽക്കുലേഷൻ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെ കിട്ടും. ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും ഞാൻ നോക്കിയേ, ഈ ഒരു ഇക്വേഷനെ മൊത്തമായിട്ട് ഒരു ഇൻറ്റു 4 ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇൻറ്റു 4 ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓരോ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ p-നെ കൊണ്ട് ഈ 4-നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 4p എന്ന് കിട്ടും. പ്ലസ് 4 into q ചെയ്യുന്ന സമയം നമുക്ക് 4q കിട്ടുന്നു. ഇസ് ഈക്വൽ ടു 3/4 into 4 എന്നല്ലേ അല്ലെ. 3/4 into 4 എന്നാണ്. സോ 4ഉം 4ഉം ക്യാൻസൽ ആക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ 4 കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ കിട്ടും? 4p plus 4q is equal to 3 എന്ന് കിട്ടും. And this is our third equation. ക്ലിയർ ആണോ? ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ 4p plus 4q is equal to 3 എന്നുള്ള ഇക്വേഷനിൽ വന്ന് എത്തി. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനും മാറ്റിയെടുക്കാം. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇവിടത്തേക്ക് തന്നെ ഒന്ന് എഴുതുകയാണ്. ഇത് മാത്രം ഒന്ന് മാറ്റിട്ട് എഴുതി കാണിക്കാം. നോക്കിയേ, സെക്കൻഡ് ഇക്വേഷനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. സോ 1/2 into 3x plus y എന്നാണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന 1/3x plus yക്ക് മാത്രമാണ് p എന്ന് കൊടുക്കുന്നത്. ആ 2 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഇടാനേ പറ്റത്തുള്ളൂ. സോ 1/2 into 3x plus y എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1/2 into 1/3x plus y അല്ലെ. എങ്കിലല്ലേ 1 into 1 1, 2 into 3x plus y, 2 into 3x plus y അങ്ങനെ ഡിനോമിനേറ്റർ കിട്ടത്തുള്ളൂ. ഇതില് ഈ 1/3x plus yക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? p എന്ന് കൊടുക്കുന്നത് ആണല്ലോ. അപ്പൊ എന്ത് വരും? 1/2 into p എന്നേ വരത്തുള്ളൂ. കണ്ടോ, ആ 2 അങ്ങനെ തന്നെ ഇരിക്കും, അത് അങ്ങനെ തന്നെ കൊടുന്നോട്ടെ. നമ്മളിപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് LCM ഒക്കെ എടുത്തിട്ട് ഒരു സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് മാറ്റാം. അപ്പൊ ഇപ്പൊ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, അപ്പൊ സോ ഇതെങ്ങനെ മാറും? 1/2 into 3x plus y എന്ന് പറയുന്നത് 1/2 into p എന്ന് വരും അല്ലെ. 1/3x plus yക്ക് നമ്മൾ p എന്ന് കൊടുത്തു, അതുകൊണ്ട് 1/2 into p എന്ന് വരും. മൈനസ് ആണ്, മൈനസ് 1/2 into q is equal to 1/8 minus 1/8. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്താ 3x plus y എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. സോ അതിന് മാത്രമേ നമുക്ക് p എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ആ 2-ന് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ആ 2 അങ്ങനെ തന്നെ നമ്മൾ ഇട്ടു. ഇനി നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്ററിൽ 2 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട് അല്ലെ. മൂന്നെടുത്തും നമുക്ക് ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ട്. സോ 2-ന്റെയും 8-ന്റെയും കൂടെ LCM എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ വഴി വേണമെന്നെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. 2 2 8. സോ ഒരു 2 എടുക്കുന്ന സമയത്ത് 1 1 4 അല്ലെ. 1 1 1 കിട്ടുന്നിടം വരെ ചെയ്യണം. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ 2 എടുക്കുകയാണ്. സോ 1 1 2 എന്ന് കിട്ടും. വീണ്ടും 2 എടുക്കുന്ന സമയത്ത് 1 1 1 എന്ന് കിട്ടും. ഇവിടെ വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നോക്കിയാൽ വെളിയിലുള്ള നമ്പേഴ്സിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 into 2 into 2 which is equal to 4 into 2 8 എന്ന് കിട്ടും. കണ്ടോ, അപ്പൊ ഇതിന്റെ LCM എന്താ? 8 ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാവുന്നതാണ്. 2-ന്റെയും 8-ന്റെയും LCM എന്ന് പറയുന്നത് 8 ആണ് എന്ന് നമുക്ക് അറിയുന്നത് തന്നെയാണ്. സോ ഇതിന്റെ ഡിനോമിനേറ്ററിലുള്ള 3 നമ്പറിന്റെ നമ്മൾ LCM കണ്ടുപിടിക്കും. LCM കണ്ടുപിടിക്കുമ്പോൾ ഇതാ മൊത്തത്തിൽ ഒരു ഇൻറ്റു 8 ചെയ്യും. അപ്പൊ നോക്കി അടുത്ത സ്റ്റെപ്പിൽ ഇത് എങ്ങനെ മാറും? 1/2 p into 8 minus 1/2 q into 8 equal to minus 1/8 into 8. കണ്ടോ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് ഈ 2ഉം 8ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് മുകളിൽ ഒരു 4 വരും. ഈ 2-നെയും 8-നെയും കൂടെ ക്യാൻസൽ ചെയ്ത് മുകളിൽ ഒരു 4 വരും. ഈ 8ഉം 8ഉം ക്യാൻസൽ ആയി പോകും. ഇത്രയും ക്യാൻസലേഷൻ അവിടെ സംഭവിക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? ഈ 4ഉം pയും കൂടെ 4p മൈനസ് 4ഉം qയും കൂടെ 4q
is equal to 8 cancel ആയി പോയി അല്ലെ. ഇനി അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? -1. സോ ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മുടെ പിയുടെയും ക്യൂയിലുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് മാറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രാക്ഷനിൽ നമുക്ക് ഇട്ട് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ബട്ട് കാൽക്കുലേഷൻ കുറച്ചുകൂടെ അധികമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും, കാരണം മിസ്റ്റേക്സ് ഉണ്ടാകാം. സോ അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് മാറ്റിയത്. ഇപ്പൊ നമുക്ക് തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്ന പുതിയ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിനെ, തേർഡ് ഇക്വേഷനെ ഫോർത്ത് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഞാൻ നോക്കിയ സമയത്ത് ഇവിടെ എല്ലാത്തിന്റെയും കോഎഫിഷ്യന്റ് 4 ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 4 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ നോക്കിയ സൈൻ നോക്കി. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ബ്രാക്കറ്റ് ഇടണം, അതിനുശേഷം അകത്തുള്ള ടേംസുകളുടെ സൈൻ മാറ്റണം, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയപ്പോ ക്യൂവിന്റെ ഓൾറെഡി പ്ലസ് ആണ്, ഒരെണ്ണം മൈനസ് ആണ്. അപ്പൊ ഡയറക്ട്ലി എനിക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ഇക്വേഷൻസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ടെണ്ണം അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളൂ. അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് അന്നേരം തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ഫൈനൽ ഉത്തരം പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ വേണം എന്നുണ്ടെങ്കിൽ പിനെ ക്യാൻസൽ ചെയ്യാം, ഇല്ലെങ്കിൽ ക്യൂവിനെ ക്യാൻസൽ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്? രണ്ട് ഇക്വേഷനെയും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പൊ എന്ത് കിട്ടും? ക്യൂവിന്റെ ഈ രണ്ട് ടേംസുകൾ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളതിനെ നമുക്ക് ആഡ് ചെയ്തിരുന്നാൽ മതി. അപ്പൊ നോക്കിയേ, 4p + 4p എത്രയാ കിട്ടുന്നത്? 8p അല്ലെ, is equal to 3 - 1. 3 - 1 എത്രയാ? 2 ആണല്ലോ. അപ്പൊ p is equal to 2/8 into 8 ആയിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ /8 ആകുന്നു. സോ ദെൻ 2ന്റെ ടേബിളിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ താഴെ 4 വരും. സോ ദെൻ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും p is equal to 1/4 എന്ന്. ക്ലിയർ ആണ്? അപ്പൊ ഇവിടുന്ന് നമുക്ക് p is equal to 1/4 എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷന്റെ അകത്തോട്ട് ഏതിൽ വേണമെങ്കിലും നമുക്ക് പിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാം എപ്പോഴും എന്തിനാ ഫസ്റ്റ് ഇക്വേഷനിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ഉത്തരം കിട്ടില്ലേന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും നേരവും ഞാൻ തേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ആദ്യം കിടക്കുന്ന ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ എന്താ ഫോർത്ത് ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് നോക്കാം ക്യൂവിന്റെ വാല്യൂ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന്. ഓക്കെ, അപ്പൊ ഫോർത്ത് ഇക്വേഷനെ ഞാൻ എടുക്കുകയാണ്. ഫോർത്ത് ഇക്വേഷൻ ഇംപ്ലൈസ് പഴയ ചെയ്ത പോലെ തന്നെ തേർഡ് ഇക്വേഷനിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഫോർത്ത് ഇക്വേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് 4p - 4q is equal to -1. അപ്പൊ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് p in equation 4. അപ്പൊ അങ്ങനെയാണ് ഫോർത്ത് ഇക്വേഷൻ ഇങ്ങനെ മാറുന്നത്. 4p - 4q is equal to -1. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? പിക്ക് പകരം 1/4 എന്ന് ഇട്ട് കൊടുക്കാൻ പോകും. then 4 into 1/4 - 4q is equal to -1. ഇനി ഇവിടെ എന്ത് ചെയ്യാം? 4 ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ട്? ഈ ഒരു 1 ഉണ്ട്. 1 - 4q is equal to -1 ആണല്ലോ. then -4q is equal to -1 ഇവിടെ ഉണ്ട്, +1 അപ്പുറത്തേക്ക് പോകും, -1 ആണ്. ക്യാൻസൽ ചെയ്ത് കളയരുത്. ഇവിടെ നോക്കിയ ഒരെണ്ണം -1ഉം അടുത്തതും -1 ആണ്. -1 എത്രയാ? -2 ആണ് അല്ലെ. അപ്പൊ -4q is equal to -2 ആണല്ലോ. ഇനി നോക്കിയേ, ഇവിടെ രണ്ടും മൈനസ് ഉണ്ട്. എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. രണ്ടിടത്തും മൈനസ് ഉണ്ടായതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഞാൻ q is equal to -2/-4 എന്ന് എടുക്കുകയാണ്. സോ രണ്ടിടത്തും മൈനസ് ഉണ്ടായതുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ നോക്കിയേ, q is equal to 2/4. then അതിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 1/2 എന്ന് കിട്ടും. സോ നോക്കിയേ, p is equal to 1/4 എന്ന് കിട്ടി, q is equal to 1/2 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ എടുത്തേക്കുന്നതിന്റെ അകത്തോട്ട് ഈ p-ന്റെയും q-ന്റെയും വാല്യൂ ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എനിവേ നമുക്ക് പിന്റെയും ക്യൂവിന്റെയും വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഇവിടെയും നമുക്ക് എക്സും വൈ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. സോ നമുക്ക് കിട്ടിയ വാല്യൂ ഞാൻ ഒന്ന് എഴുതി. we get p is equal to 1/4 and q is equal to 1/2. ഇനി നമുക്ക് we know that 1/3x plus y is equal to p അല്ലെ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യമായിരുന്നു. സോ ഇതിന്റെ അകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1/3x plus y is equal to p-ന്റെ വാല്യൂ എന്താ ഇട്ടേക്കുന്നത്? 1/4. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1/4. ഓക്കെ, ഇനി നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് നോക്കാം. എന്ത് കിട്ടും? 3x plus y is equal to 4 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റുമോ? എക്സിന്റെയോ വൈയുടെയോ വാല്യൂ ഏതെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ?
ഇല്ലല്ലേ, നമുക്ക് ഇതിന്റെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പുതിയൊരു ഇക്വേഷൻ പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ എക്സിന്റെയും വൈയുടെയും വേരിയബിൾ വീണ്ടും ഇതിന്റെ അകത്ത് കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അത് ഇവിടെ വെച്ച് തന്നെ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കേസ് ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ, 1/3x മൈനസ് y ഇസ് ഈക്വൽ ടു q എന്നായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ അകത്തോട്ട് ഞാൻ 1/3x മൈനസ് y ഇസ് ഈക്വൽ ടു ക്യൂവിന് പകരം നമുക്ക് 1/2 എന്ന് കൊടുക്കാം. സോ ദെൻ വി ഗെറ്റ് 3x മൈനസ് y ഇസ് ഈക്വൽ ടു 2. അപ്പൊ കണ്ടോ, അടുത്ത ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടി. 3x മൈനസ് y ഇസ് ഈക്വൽ ടു 2 എന്ന് കണ്ടോ. അപ്പൊ പുതിയതായിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടിയത്. നമുക്കറിയാം രണ്ട് വേരിയബിൾസിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഇക്വേഷൻ വേണം? രണ്ട് ഇക്വേഷൻ വേണം. ഇനി 3 വേരിയബിൾസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 3 വേരിയബിൾസിനെ സോൾവ് ചെയ്യാനായിട്ട് 3 ഇക്വേഷൻ നമുക്ക് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ നേരത്തെ കേസിലെല്ലാം എക്സ് അല്ലെങ്കിൽ വൈ മാത്രമായിരുന്നു ഡിനോമിനേറ്ററിൽ വന്നത് അല്ലെ, ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റിയത്. എന്നാൽ ഇവിടെ നമുക്ക് എക്സും വൈയും ആണ് വന്നിരിക്കുന്നത്, രണ്ട് വേരിയബിൾസ് ആണ് വന്നിരിക്കുന്നത്. സോ രണ്ട് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് വേരിയബിൾസിനെ സോൾവ് ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷൻസ് വേണം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ്, പുതിയതായിട്ട് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ ഈ രണ്ട് ഇക്വേഷനിലേക്ക് എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലായാലും ഇന്നത്തെ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിലായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് ചെയ്യണം. അതായത് ഇപ്പൊ ഈ കിട്ടിയേക്കുന്ന രണ്ട് ഇക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ 5 എന്നും ഇക്വേഷൻ 6 എന്നും കൊടുക്കാം. ഈ 5നെയും 6നെയും ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഡിനോമിനേറ്ററിൽ എക്സിന്റെയും വൈയുടെയും കൂടെ എക്സ്പ്രഷൻ ആണ് വരുന്നത് എങ്കിൽ നമുക്ക് അതിനെ പുതിയതായിട്ട് വീണ്ടും കിട്ടുന്ന രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുപോലത്തെ ക്വസ്റ്റ്യൻ വേറെ നമുക്ക് ഇവിടെ എക്സസൈസിലുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ രണ്ട് ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പൊ നോക്കിയേ, 3x plus y is equal to 4. അടുത്ത കേസിൽ 3x minus y is equal to 2 അല്ലെ. ഇവിടെ നോക്കിയേ, y പ്ലസ് y മൈനസ്, അതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്. സോ ഡയറക്റ്റ് ഈ രണ്ട് ഇക്വേഷനെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പൊയ്ക്കോളും. ഓക്കെ, ഇത് ഈ ഫൈനലി കിട്ടുന്ന രണ്ട് ഇക്വേഷൻസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ എന്താ, 3x plus 3x that is 6x is equal to 4 plus 2 that is 6 ആണല്ലോ. സോ x is equal to എന്ത് കിട്ടും, 6 ഇവിടെ ഉണ്ട്, by 6 is equal to 1 എന്ന് കിട്ടും. സോ we get x is equal to 1 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷന്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് തന്നെ പഠിക്കണം. ബിക്കോസ് എങ്കിലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യുക, x is equal to 1 എന്നുള്ളത് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പുതിയതായിട്ട് നമ്മൾ ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണോ നമ്മൾ സോൾവ് ചെയ്യുന്നത് ആ ഇക്വേഷൻസിലേക്ക് വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ 3x plus y is equal to 4 അല്ലെങ്കിൽ 3x minus y is equal to 2ലേക്ക് നമുക്ക് എക്സിന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, വൈയുടെ വാല്യൂ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം ആയിരുന്നു. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇക്വേഷൻ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് x in ഇക്വേഷൻ 5. ഇക്വേഷൻ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 5 എന്താ, 3x plus y is equal to 4 ആണ്. സോ ഇതിലേക്ക് x is equal to എത്രയാണെന്ന്, 1 ആണെന്നാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 into 1 plus y is equal to 4. So 3 plus y is equal to 4. So y is equal to 4 minus 3, that is y is equal to 1 എന്ന് കിട്ടും. ലാസ്റ്റ് നമുക്ക് കിട്ടി x is equal to 1 and y is equal to 1 എന്ന്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റിൽ കൺക്ലൂഷൻ എഴുതണം കേട്ടോ. Therefore the value of x is equal to 1 and y is equal to 1 എന്ന ഫൈനൽ കൺക്ലൂഷൻ എഴുതണം. ബിക്കോസ് സോൾവ് എന്നാ ചോദിച്ചേക്കുന്നത്, നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ കൺക്ലൂഷൻ എഴുതണം. അപ്പൊ ഇത്രയാണ്, ഇത് കുറച്ചൊരു ലെങ്തി ആണ്. ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു ഇക്വേഷൻ നമുക്ക് തരുന്നു, അതിലേക്ക് നമുക്ക് എന്താണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അത് വെച്ചിട്ട് നമ്മൾ പി എന്നോ ക്യൂ എന്നോ ആണ് ലെറ്റേഴ്സ് എടുക്കുന്നതെങ്കിൽ പിയും ക്യൂവും വെച്ചുകൊണ്ട് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമുക്ക് പുതിയതായിട്ട് രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നു. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിയും ക്യൂവിന്റെയും വാല്യൂ കിട്ടും.
ഓക്കെ, ആ പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കൊണ്ടുപോയി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അങ്ങനെ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു നേരത്തെ ചെയ്തിരുന്നത്. ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, എക്സിന്റെയും വൈയുടെയും വാല്യൂ ഡയറക്റ്റ് കിട്ടില്ല, പുതിയതായിട്ട് 2 ഇക്വേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. സോ ആ 2 ഇക്വേഷൻസിനെ വീണ്ടും സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിൽ നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ മതി, തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇനി ഇതേ രീതിയിൽ തന്നെയാണ് ഇതേ എക്സസൈസിന്റെ തന്നെ 7th ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഞാൻ ഇത് കുറച്ചുകൂടി ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരുന്നത്. ഇതിനേക്കാൾ മുന്നേ വരുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഈസിയാണ്, സെയിം രീതിയിൽ തന്നെയാണ്, എങ്കിലും ഞാൻ അതിനി സോൾവ് ചെയ്യുന്നില്ല, ഇതേ മെത്തേഡിൽ തന്നെയാണ്. സോ ഇത് നമ്മൾ ചെയ്ത സ്ഥിതിക്ക് മറ്റേത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഇതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 8th ആയിരുന്നു നമ്മളിപ്പോ സോൾവ് ചെയ്തത്, അത് കുറച്ചുകൂടി ഒരു ടഫ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് സോൾവ് ചെയ്തത്. ഇതിപ്പോ ഇനി നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പൊ 10/x + y + 2/x - y = 4 and 15/x + y - 5/x - y = -2. ഇപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ എക്സും വൈയും ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് പിന്റെയും ക്യൂവിന്റെയും ഒക്കെ വാല്യൂ ഇട്ട് കൊടുക്കാം. പുതിയതായിട്ട് 2 ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്, അതിനെ വീണ്ടും നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ കൊടുക്കണ്ടേ, 1/x + y = p എന്നും ആൻഡ് 1/x - y = q എന്നും കൊടുത്തിട്ട് 2 ഇക്വേഷൻസ് ഫോം ചെയ്തിരുന്നാൽ മതി. ഇതേ രീതിയിൽ തന്നെ സോൾവ് ചെയ്യാം. ഫൈനൽ ഉത്തരവും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് x = 3 and y = 2 എന്നാണ്. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക, തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എക്സസൈസിൽ വരുന്നത് 5th ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും കുറച്ചൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏത് രീതിയിലും ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിലേക്ക് മാറ്റണം എന്നേ ഉള്ളൂ. സോ ഈ ഒരു മോഡലിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഈ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡൗട്ടും സജഷൻസും ഒക്കെ തന്നെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി. ഒപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. കാരണം അവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. സോ ആവശ്യക്കാരിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. സോ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി, നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അടുത്ത സെഷനിൽ ഇതിന്റെ ബാക്കി സെഷനുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.